വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 10th ജാനുവരി 2023 നടന്ന SSC GD എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് സെൻറ്റൻസ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നമുക്കൊരു വേർഡിൻ്റെ സ്പെല്ലിംഗ് റോങ് ആയിട്ടാണ് തന്നിരിക്കണം. ഓപ്ഷൻസ് നോക്കിയാൽ കാണാൻ പറ്റും. ക്രോണോളജിക്കൽ എന്നുള്ള വാക്കാണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. CHRONOLOGICAL. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമം അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടിമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈ ആയിട്ടുള്ള ഭീരുവായിട്ടുള്ള ആളിനെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതായിരിക്കും? ബോൾഡാണ് വരിക. ഓപ്ഷൻ സി ആണ്. ഷൈ എന്ന് പറയുന്നത് അതിൻ്റെ സിനോണിമാണ്. ഡിഫിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആളെന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഫിയർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് വൺ സി ആണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ മീനിങ് എന്നുള്ളതാണ് വരുന്നത്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബ്ലോ അപ്പ് ആണ്. റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. പ്ലീഡ് യാചിക്കുകയാണ്. ഷെയർ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് തേർഡ് വൺ എ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. ഐ റിഗാർഡഡ് മൈ ബ്രദർ ഓൺ പാസിംഗ് ഹിസ് ഗ്രാജുവേഷൻ എക്സാം. നമ്മുടെ ബ്രദർ ഗ്രാജുവേഷൻ എക്സാമിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്? റിഗാർഡ് ചെയ്യാന്ന് വെച്ചാൽ കരുതുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഫോർത്ത് വണ്ട ആൻസർ വരുന്നത് കൺഗ്രാജുലേറ്റഡ് ആയിരിക്കണം. ഡിസ്പാച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖസ്തുതി പറയുക എന്നുള്ളതാണ്. കോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ് വണങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഫോർത്ത് വൺ എ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് കണ്ടുപിടിക്കേണ്ടത്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് സമ്പാദ്യം എന്നുള്ളതാണ്. അപ്പോൾ ഫിഫ്ത്ത് വേണ്ട ആൻസർ വരുന്നത് സി എസെറ്റ് ആണ്. റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തമാണ്. റിസോഴ്സ് വിഭവം എന്നുള്ളതാണ് വരുന്നത്. സ്ട്രൈക്കിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സമരം എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഹോമോഫോൺ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഹോമോഫോൺസ് എന്ന് പറയുന്ന വാക്കുകളാണെങ്കിൽ നമ്മളത് പറയുന്നത് ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ യൂസേജ് വ്യത്യാസമായിരിക്കും, അതിൻ്റെ സ്പെല്ലിങ്ങും വ്യത്യാസമായിരിക്കും, പക്ഷേ പറയുമ്പോൾ അത് ഒരുപോലെ ഇരിക്കും. അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഇൻ മെനി റോഡ് ആക്സിഡൻറ്റ്സ് പീപ്പിൾ ബ്രേക്ക് ദെയർ ബോൺസ് മെയിൻലി ബിക്കോസ് ദെയർ വെഹിക്കിൾ ഡാഷ് ഫെയിൽ. വെഹിക്കിളിൻ്റെ ബ്രേക്കുകൾ നാശമാകുമ്പോഴാണ് കൂടുതൽ റോഡ് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് BRAKE എന്നുള്ളതാണ്. ബ്രോക്ക് എന്ന് പറയുന്നത് ബ്രേക്കിൻ്റെ പാസ്റ്റാണ്. ബ്രോ എന്ന് പറയുന്നത് ഐബ്രോ ആണ്. ബ്ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അൺഇൻവൈറ്റിംഗ്, കോൾഡ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് സിക്സ്ത് വൺ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് വേർഡ് ഫോർ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 2 ബ്ലാങ്ക് ഉണ്ട്, പക്ഷെ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വാക്ക് നമുക്ക് ഈ 2 സ്ഥലത്തും വെക്കാൻ പറ്റണം. ഇപ്പോൾ ശിവകാശി ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഡാഷ് ബോക്സ് ഇൻഡസ്ട്രി ആൻഡ് ഐ ആം അണേബിൾ ടു ഫൈൻഡ് എ ഡാഷ് ഫോർ മൈ പർപ്പിൾ ഡ്രസ് എന്നുള്ളതാണ്. സ്വെറ്റ് പറയാൻ പറ്റില്ലല്ലോ. സ്വെറ്റ് എന്നുള്ളത് വേർപ്പ് എന്നുള്ള മീനിങ് ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചാറ്റർ ബോക്സ് എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണമല്ല. നല്ലോണം സംസാരിക്കുന്ന ആളിനെയാണ് നമ്മൾ ചാറ്റർ ബോക്സ് എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ അത് ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്രെഡ് ബോക്സ് ഇവിടെ വെച്ചു എന്ന് തന്നെ വിചാരിക്കുക, പക്ഷേ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഫൈൻഡ് എ ബ്രെഡ് ഫോർ മൈ പർപ്പിൾ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് മാച്ച് ആണ്. ശിവകാശിയിലാണ് മാച്ച് ബോക്സിൻ്റെ മാനുഫാക്ചറിങ് കൂടുതൽ നടക്കുന്നത്, തീപ്പെട്ടി ഉണ്ടാക്കുന്നത്. പിന്നെ ഐ ആം അണേബിൾ ടു ഫൈൻഡ് എ മാച്ച് ഫോർ മൈ പർപ്പിൾ ഡ്രസ്. അപ്പോൾ 7th വേണ്ട ആൻസർ വരുന്നത് ബോക്സ് ആണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ട്രൂത്ത്ഫുള്ളി സ്പീക്കിംഗ്, the victories of peace and harmony have a more dash impact on human civilization than the so-called victories of war. യുദ്ധത്തിൻ്റെ വിക്ടറീസിനേക്കാളും പീസിൻ്റെ വിക്ടറീസിന് കൂടുതൽ നീണ്ടു നിൽക്കുന്ന എഫക്റ്റ് ഉണ്ടാവുന്നതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ സി ലാസ്റ്റിംഗ് ആണ്. ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി എന്നുള്ളതാണ്.
സുപ്പീരിയർ ഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എന്നുള്ള മീനിങ് ആണ്. അത് രണ്ടും സെയിം മീനിങ് ആയതുകൊണ്ട് നമുക്കതിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ 8th വണ്ണിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 9th question. Select the most appropriate option to substitute the underlined segment in the given sentence. Purchasing furniture at a low cost could not involve abandoning design or quality. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചാലും നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷുഡ് നോട്ട് ആണ് അവിടെ വരുന്നത്. കുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ള മീനിങ്, ഇപ്പോൾ എന്തായാലും എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് ഷുഡ് നോട്ട് എൻറ്റെയിൽ സാക്രിഫൈസിങ്, അപ്പോൾ ഷുഡ് നോട്ട് ഇൻവോൾവ് സാക്രിഫൈസിങ് ആണ്. അപ്പോൾ 9th വണ്ണിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. കൊളോക്കിയൽ ആണ് നമ്മുടെ വേർഡ്, അതിൻ്റെ സിമിലർ മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൊളോക്കിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ കോൺവെർസേഷൻ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ കോൺവെർസേഷണൽ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ലെക്സിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ഇൻവോൾവ് ഇൻ എ ലാംഗ്വേജ് അല്ലെങ്കിൽ വൊക്കാബുലറി ഇൻവോൾവ് ഇൻ എ ലാംഗ്വേജ് ആണ് വരുന്നത്. പ്രൊസോഡിക് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ റിതം അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റോണേഷനെയാണ് നമ്മൾ പ്രൊസോഡിക് എന്നുള്ള പറഞ്ഞത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ എനിത്തിങ് റിലേറ്റഡ് ടു ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ദ ഫ്യൂച്ചർ ഫോം. ദെയർ ആർ മൾട്ടിപ്പിൾ ഫെസിലിറ്റീസ് അവൈലബിൾ ഫോർ റീച്ചിങ് ദ ഐലൻഡ്. ഒരു സെൻറ്റൻസ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആക്കണമെങ്കിൽ വിൽ അല്ലെങ്കിൽ ഷാൽ യൂസ് ചെയ്താൽ പോരെ. അപ്പോൾ 11th വണ്ണിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. ദെർ വിൽ ബി മൾട്ടിപ്പിൾ ഫെസിലിറ്റീസ് അവൈലബിൾ ഫോർ റീച്ചിങ് ദ ഐലൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിൽ പെർമനൻ്റ് എന്നുള്ള വാക്കാണ് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് PERMANENT ആണ്. പെർമനൻ്റ് ആണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളതെന്ന്. മാൽ അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാത്തത്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരി ഉടമ എന്നുള്ളതാണ്. ലോങ്ജിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖാംശം എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. റാൻസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞത് അല്ലെങ്കിൽ അഴുകിയത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഫ്രഷ് ആണ്. റോട്ടൻ എന്ന് പറയുന്നത് റാൻസിഡിൻ്റെ സിനോണിമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് യുവർ ബെക്ക് ആൻഡ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് ആബ്സല്യൂട്ട് കൺട്രോൾ ഓവർ സം വൺ, അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും ഇഡിയമിൻ്റെ മീനിങ് ആണ്. എ നൈറ്റ് ഔൾ. നമുക്കിങ്ങനത്തെ ഇഡിയംസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തരുന്ന ഓപ്ഷൻസൊക്കെ സിമിലർ ആയിരിക്കും, കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ നൈറ്റ് ഔളിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹൂ പ്രിഫേഴ്സ് ടു ബി എവേക്ക് ലേറ്റ് അറ്റ് നൈറ്റിനെയാണ് നമ്മൾ നൈറ്റ് ഔൾ എന്നുള്ള പറയണത്. ഇതിൽ എ ഓപ്ഷൻ കണ്ടോ, സമ്മൺ ഹൂ ഹാസ് ഗുഡ് ഐസൈറ്റ്. ഔളിനും ഗുഡ് ഐസൈറ്റ് തന്നെയാണ്, പക്ഷേ ആ ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത് ഡി ഓപ്ഷനാണ്. സമ്മൺ ഹൂ ഹാസ് ഗുഡ് ഐസൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഹോക്കായി പറയാൻ പറ്റും. കഴുകൻ്റെ പോലത്തെ കണ്ണ്, അതാണ് സമ്മൺ ഹൂ ഹാസ് ഗുഡ് ഐസൈറ്റ് ഹോക്കായിഡ് എന്നുള്ള വരുന്നത്. സമ്മൺ ഹൂ വർക്ക്സ് വെരി ഹാർഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വർക്ക്സ് അറൗണ്ട് ദ ക്ലോക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. വർക്ക്സ് അറൗണ്ട് ദ ക്ലോക്ക് എന്ന് വെച്ചാൽ സമ്മൺ ഹൂ വർക്ക്സ് ഡേ ആൻഡ് നൈറ്റ്. സമ്മൺ ഹൂ നെവർ വർക്ക്സ് വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൗച്ച് പൊട്ടാറ്റോ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുള്ളത് പാസേജ് ആണ്. ഇത് നമുക്ക് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ദ കമ്പനീസ് ഇൻ ദ പ്രസൻറ്റ് എറ ഡാഷ് പ്രയോറിറ്റി ഡ്യൂറിങ് റിക്രൂട്ട്മെൻറ്റ് ടു ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ കമ്പനീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനീസ് ആയതുകൊണ്ട്
പ്ലൂറൽ ആവില്ല വരിക. അപ്പോൾ 16th വൺ ആൻസർ വരുന്നത് സി ആണ്, ആർ ഗിവിങ് ആണ് വരിക. നെക്സ്റ്റ്, EI is the ability to understand, analyze and control emotions. Possessing very high EI creates a dash impact on a personal life. എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക? പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ആൻസർ വരുന്നത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, they can be nice even in socially awkward situations. As they are very good at controlling emotions, they make others feel dash. അപ്പോൾ ഇവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കാരണം ബാക്കിയുള്ളവരെ എങ്ങനെ ഫീൽ ചെയ്യിക്കുന്നുള്ളതാണ്, കംഫർട്ടബിൾ ആയിട്ടായിരിക്കുമല്ലോ ഫീൽ ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് വരേണ്ടത് കംഫർട്ടബിൾ ആണ് ആൻസർ വരേണ്ടത്. ടോളറബിൾ, മാനേജബിൾ എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ്, എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. പിന്നെ രണ്ടും സെയിം മീനിങ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫേവറബിൾ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമുക്ക് കംഫർട്ടബിൾ ആണ് അവിടെ വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, it is proven that it will make leaders more effective as they understand the feelings of teammates. It allows one dash impactfully with others. എന്തിന് അലൗ ചെയ്യുന്നതാണ് പറയുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ. അപ്പോൾ ടു കമ്മ്യൂണിക്കേറ്റ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ഇറ്റ് അലൗസ് great empathy towards others, they can be very good at interpersonal relation. These people strengthen the relationship dash the people with their interaction and coordination both in personal and professional life. അപ്പോൾ അവിടെ ഏതാ വരേണ്ടത്? എമംഗ് അല്ലേ? 20th വൺ എമംഗ് ആണ് ആൻസർ വരിക. ബിറ്റ്വീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ട് പേരോ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ കേസിൽ നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. എലോങ് വിത്തും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ കൂടെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എലോങ് വിത്ത് യൂസ് ചെയ്യുന്നത്. വിത്ത് റെഫറൻസ് വിത്തും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ റെഫർ ചെയ്തിട്ടല്ലല്ലോ പറയുന്നത്. അപ്പോൾ എമംഗ് ആണ് ആൻസർ വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.